പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ നാമത്തിൽ ആയിരിക്കുവാൻ അവിടുത്തെ മക്കളായി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ശക്തമായ സംരക്ഷണവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ പാവപ്പെട്ട മക്കളായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപകളെ ഓർത്ത്, അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന തിരുസഭയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുസഭയിൽ അംഗങ്ങളായി ഞങ്ങളൊന്ന് ചേർന്ന് കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷണം, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകി ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് സഭയിൽ ഒരുമയോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സഭയുടെ ഏതെങ്കിലും പോരായ്മകളോ കുറവുകളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി തന്ന് അതിൽ നിന്നൊക്കെ മാനസാന്തരത്തിലേക്ക് ഞങ്ങളെ നയിച്ച് സഭയുടെ അധികാരവും ശക്തിയും അതിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിൽ പ്രകടമാക്കിയെടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭയെ അഭിഷേകം ചെയ്യണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്ക തിരുസഭ ലോകത്തിൽ ഉയർത്തപ്പെട്ട ഒരു ഗോപുരമാണ്, പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട ദീപമാണ്. നമുക്കറിയാം, സഭയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സഭയുടെ ശക്തി എന്ന് പറയുന്നത് അത് എന്തെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തി എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്താണ് സഭയുടെ ഉത്തരവാദിത്വം? സഭയുടെ അധികാരം എന്താണ്? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരഭിഷേകത്തിന് വേണ്ടി നമുക്ക് സഭയെ സമർപ്പിച്ച് ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കണം. സഭ ഈ ലോകത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സാന്നിധ്യമാണ്. ഞാൻ ചിലപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന് ലോകത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ, പൈശാചികമായ ആക്രമണങ്ങൾ, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ സഭയ്ക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. സഭ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലും ചൈതന്യത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കാതെ പോയതിൻ്റെ കാരണമുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭയെ കർത്താവ് ഉയർത്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ ഈശോ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. കർത്താവ് പത്രോസാകുന്ന പാറമേൽ പണിതുയർത്തപ്പെട്ട ദേവാലയം, സഭ, പള്ളി. കർത്താവ് പറയുക, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. സഭയ്ക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത വിധം അതിശക്തമായിട്ട് കർത്താവ് സഭയെ അഭിഷേകം ചെയ്തു, ശക്തിപ്പെടുത്തി, അധികാരം നൽകി. സഭയ്ക്ക് ഏൽപ്പിച്ച അധികാരം അതിൻ്റെ പൂർണ്ണതയിൽ സഭ ഇന്ന് ലോകത്തിൽ പ്രകടമാക്കി എടുക്കണം. നമുക്കറിയാം, ഏത് തിന്മയ്ക്കും ഏത് പിശാചിനും കയറി ആക്രമിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അഭിഷേകവും അധികാരവും ശക്തിയും സഭയ്ക്ക് ദൈവമായ കർത്താവ് നൽകി അനുഗ്രഹിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ സഭ ഈ അധികാരം ഉപയോഗിക്കണം. അതിനെന്ത് വേണം? അഭിഷേകത്തോടു കൂടി ഉപയോഗിക്കണം. അഭിഷേകത്തോടെ ഈ അധികാരം സഭ ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, സാത്താനോ ഈ തിന്മകൾക്കോ ലോകത്തിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ അധികാരം കർത്താവ് അവിടുന്ന് നൽകിയ അധികാരം അവിടുത്തെ നാമത്തിൽ ഉപയോഗിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 1-2 വചനത്തിൽ ഈശോ സ്ലീഹന്മാരെ വിളിച്ചിട്ട് എന്താ പറഞ്ഞ്? പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ അവർക്ക് അധികാരം നൽകി. അധികാരം കൊടുക്കുക സഭയ്ക്ക്, സഭാ മക്കൾക്ക്, പൗരോഹിത്യത്തിന്. ഈ ഒരു അധികാരം അതിൻ്റെ അഭിഷേകത്തോടെ ഉപയോഗിച്ചാൽ പിശാചിനോ രോഗത്തിനോ ഒരു തിന്മയ്ക്കോ ലോകത്തെ നശിപ്പിക്കാനോ തകർക്കാനോ കഴിയാത്ത വിധത്തിൽ ഈ അധികാരത്തിൻ്റെ പ്രവർത്തികൾ ഇന്ന് ലോകത്ത് അനുഭവിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം, രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിൻ്റെ ശക്തി, പാപത്തിൽ നിന്ന് മോചനം നൽകാനുള്ള കർത്താവിൻ്റെ ശക്തി യേശുവിൽ ഉണ്ടായിരുന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. ക്രിസ്തുവിനുള്ള അധികാരം, ക്രിസ്തുവിനുള്ള ശക്തി അതെല്ലാം നമുക്കും നിറച്ചു നൽകിയിട്ടുണ്ട്. സഭയിൽ അതെല്ലാം നിറച്ചു വച്ചേക്കാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, സഭയിൽ കർത്താവ് നൽകിയ പൗരോഹിത്യം, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി, അതിൻ്റെ അധികാരം, അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് സഭ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചാൽ ഞാൻ പറയും, പിശാചിനോ ലോകത്തിനോ തിന്മയ്ക്കോ ഒരു മഹാമാരിക്കോ ലോകത്തെയോ ജനത്തെയോ നശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം ശക്തി സഭയിൽ അധികാരപ്പെടുത്തി കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതിന് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകത്തിൽ സഭ നിറയപ്പെടണം. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അഭിഷേകം നഷ്ടപ്പെട്ടാൽ പിന്നെ അധികാരം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇപ്പം നമുക്കറിയാം, ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പാപമാണ്. പാപത്തിനോട് വന്ന ശാപങ്ങൾ, അതിലൂടെ പിശാചിന് നിയമപരമായ അവകാശം കിട്ടിയത്. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ ഈശോ സ്ലീഹന്മാർക്ക് അവിടുത്തെ നാമത്തിൽ പാപമോചന അധികാരം കൊടുത്തു. പാപങ്ങൾ മോചിക്കാൻ അധികാരം അത് സഭയിലുണ്ട്. ശാപങ്ങൾ നീക്കാനുള്ള കർത്താവിൻ്റെ ബലി സഭയ്ക്ക് നൽകിയേക്കാണ്. വിശുദ്ധ കൂദാശകൾ സഭയെ ഭരമേൽപ്പിച്ചതാണ്. വെളിപാട് 12:11 അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ പിശാചിൻ്റെ മേൽ വിജയം നേടി. ഈ കുഞ്ഞാടിൻ്റെ രക്തം, കുരിശിലെ ബലി, ദൈവത്തിൻ്റെ വചനം, ഇതെല്ലാം സഭയെ ഏൽപ്പിച്ചതാണ്. അപ്പം സഭയുടെ ദൗത്യം എന്താ മക്കളെ? സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ യേശു ക്രിസ്തുവാകുന്ന ഏകരക്ഷകനെ പ്രഘോഷിക്കുക. അതല്ല ഈശോ പറഞ്ഞേ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. സഭയെ ദൗത്യമേൽപ്പിച്ചിരിക്കുക, ഭരമേൽപ്പിച്ചിരിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. എന്താണ് സുവിശേഷം? ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട പാപ പരിഹാര ബലി സുവിശേഷം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ പറയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൂശിതനെ പ്രഘോഷിക്കണം. കുരിശിൽ പാപം നീക്കി. 1 പത്രോസ് 2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായിട്ട് ജീവിക്കേണ്ടതിനത്രേ. അപ്പം കർത്താവിൻ്റെ കുരിശുമരണം പാപത്തെ നീക്കിയ ബലി. അതോടൊപ്പം തന്നെ ഗലാത്യർ 3:10-13 നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെ പാലിക്കാതിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. എന്നാൽ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. വലിയ മോചനം. ആ ബലി പ്രിയപ്പെട്ട മക്കളെ കത്തോലിക്ക തിരുസഭയ്ക്ക് ഭരമേൽപ്പിച്ചേക്കാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ സാന്നിധ്യമുള്ള കൂദാശകൾ, മാമോദീസ, കുമ്പസാരം, വിശുദ്ധ കുർബാന, സ്ഥൈര്യലേപനം, വിവാഹം, തിരുപ്പട്ടം, രോഗീലേപനം, അങ്ങനെ കൂദാശകളിലൂടെ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ശക്തി നിറച്ചു കൊടുത്തുകൊണ്ട് സഭയെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു രക്ഷകനാകുന്ന, ഏകരക്ഷകനാകുന്ന ക്രിസ്തു പൂർത്തീകരിച്ച ബലിയുടെ അനന്ത യോഗ്യതകൾ സഭയിലൂടെ അനേക മക്കൾക്ക് പകർന്നുകൊടുത്ത് യഥാർത്ഥമായ രക്ഷയിലേക്ക് ആനയിക്കാനുള്ള വിളിയാണ് സഭയെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഉത്തരവാദിത്വത്തിൻ്റെ മേഖല, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരുന്ന് ധ്യാനിച്ച് പരിശോധിക്കേണ്ട ഒരു മേഖലയാണ്. ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ, ജപമാലയുടെ ശക്തമായ സംരക്ഷണത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സഭയെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ഒരു അഭിഷേകത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. സഭ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, മറ്റൊന്നിലേക്ക് പോകാതെ ഏകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ, അവിടുത്തെ അധികാരത്തിൽ പാപത്തെ മോചിപ്പിച്ച് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ. ഞാൻ ഓർക്കുക, വിശുദ്ധ വിൻസെന്റ് ഫെറർ, അദ്ദേഹം ശക്തമായ
ഈ വചന ശുശ്രൂഷ സഭയുടെ ശക്തമായ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്ത ഒരു മഹാവിശുദ്ധനാണ് കൊച്ചു ഡൊമിനിക്കൻ സന്യാസി വിൻസെന്റ് ഫെറർ. അദ്ദേഹം എപ്പോഴും മാനസാന്തരത്തിൻ്റെ സുവിശേഷം, നിത്യജീവന്റെ സുവിശേഷം, അന്ത്യത്തെക്കുറിച്ചുള്ള സുവിശേഷം, നിനക്കൊരു മരണമുണ്ട്, വിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൻ്റെ പൗരത്വത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട ജീവിതം ജീവിക്കാൻ സഭയുടെ സത്യപ്രബോധനത്തിലൂടെ അനേക മക്കളെ മാനസാന്തരത്തിലേക്ക് നയിച്ച ശക്തനായ വിശുദ്ധ വിൻസെന്റ് ഫെറർ. അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു അപരനാമമുണ്ട്, ദി ഏഞ്ചൽ ഓഫ് ജഡ്ജ്മെന്റ്, അന്ത്യവിധിയുടെ മാലാഖ. ഞാൻ ഓർക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 50-60 വൈദികരുണ്ട്. ഈ വചന പ്രഘോഷണം കഴിയുമ്പോൾ അനേക മക്കള് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് പാപമേറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ നാമത്തിൻ്റെ അധികാരത്തിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് സാത്താൻ്റെ നിയമപരമായ അവകാശങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ശക്തമായ അഭിഷേകത്തിൽ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരിയേറെ പേരെ അദ്ദേഹം ഉയർപ്പിച്ചിട്ടുണ്ട്, രോഗികളെ ഏറെ സുഖപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വചന പ്രഘോഷണത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ച ഒരു സംഭവമോ രോഗശാന്തിയെക്കുറിച്ചോ മിണ്ടിയിട്ടില്ല. പിന്നെയോ സത്യവചനം, ക്രൂശിതന്റെ സുവിശേഷം, അത് മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ സത്യസുവിശേഷം പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിന് കൊടുക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന കത്തോലിക്ക തിരുസഭ, മാനസാന്തരത്തിന് സുവിശേഷം പ്രഘോഷിക്കേണ്ട സഭ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യമായ ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പാപത്തിൽ അധപതിക്കുന്ന മാനവകുലത്തെ അതിൽ നിന്ന് യേശുവിലേക്ക് അടുപ്പിച്ച് കർത്താവിൻ്റെ കുരിശിലെ ബലി സ്വന്തമാക്കിക്കൊണ്ട് യഥാർത്ഥമായ രക്ഷയിലേക്ക് വരാൻ വേണ്ടി പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഒത്തിരി സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. മാനസാന്തരപ്പെടും മക്കളെ, പശ്ചാത്തപിക്ക്, എൻ്റെ തിരുക്കുമാരനെ അവൻ്റെ ബലി സ്വന്തമാക്കി നിങ്ങൾ സ്നേഹിക്കി. അവൻ്റെ സ്നേഹം തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്നു. ക്രൂശിതനെ പ്രഘോഷിച്ച് അവൻ്റെ സ്നേഹത്തെ പ്രഘോഷിച്ച് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ലോകം മുഴുവനെയും യേശുവിലേക്ക്, യേശുവാകുന്ന ഏകരക്ഷകനിലേക്ക് അടുപ്പിക്കുവാൻ പരിശുദ്ധ അമ്മ ആവർത്തിച്ച് ഫാത്തിമയിലും ലൂർദിലും അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദൗത്യം അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സഭ ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ ഇടയാകണം. ഞാൻ പറയും, പാപത്തെ മോചിപ്പിക്കുന്ന സഭയുടെ അധികാരം, പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം അത് വേറെ ആർക്കുമില്ല. പിശാചിനെ ബഹിഷ്കരിക്കാൻ അധികാരം സഭയ്ക്ക് നൽകിയേക്കാണ്. സഭ അത് പൂർത്തിയാക്കണം. ഇന്ന് എവിടെ നോക്കുമ്പോഴും നോക്കിക്കേ, ഞാനെന്ന് പറയും, ഒരു ഡെലിവറൻസ് മിനിസ്ട്രി, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന അധികാരം സഭ ഇന്ന് എന്നത്തെക്കാളും ഏറെ ശക്തമായിട്ട് അധികാരത്തിൽ എടുത്തുപയോഗിക്കണം. അഭിഷിക്തരും അഭിവന്യ പിതാക്കന്മാരും വിളിക്കപ്പെട്ട ദൈവമക്കള്, കുടുംബത്തിലുള്ള, സഭയിലുള്ള, ദൈവമക്കളിലുള്ള, ലോകത്തിലുള്ള പൈശാചിക ശക്തികളെ, ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവിടുത്തെ അധികാരത്തിലും ശക്തിയിലും നാമത്തിൻ്റെ ശക്തിയിലും നിർവീര്യമാക്കിക്കൊണ്ട്, കുരിശിൻ ചുവട്ടിൽ നിർവീര്യമാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷ ചെയ്യണം. അതിനുള്ള അധികാരം അതാ ഞാൻ പറഞ്ഞ, സഭയ്ക്ക് അധികാരമുണ്ട്, പൗരോഹിത്യത്തിന് അധികാരമുണ്ട്, ഒരു ക്രിസ്ത്യാനിക്ക് അധികാരമുണ്ട്. കർത്താവ് ഏൽപ്പിച്ച അധികാരം അതെടുത്ത് ഉപയോഗിക്കണം. അതിനുവേണ്ടി ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വലിയ ഒരു സമർപ്പണം നമ്മൾ നടത്തണം. അവിടെ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട്, ലോകാരൂപിയിൽ നിന്ന് നമ്മൾ മുഴുവനായിട്ട് മാറണം. ഇന്ന് ചില കാര്യങ്ങൾ സത്യമായി നമ്മൾ മനസ്സിലാക്കണം. ചില മേഖലകളിൽ ലോകാരൂപിക്ക് അടിമപ്പെടുത്തി ചില പ്രസ്ഥാനങ്ങൾ കുടുക്കിയിട്ട് സഭയുടെ സത്യമായ ദൗത്യം
വിസ്മരിക്കത്തക്ക വിധത്തിൽ ഇന്ന് പിശാച് ഇന്ന് ഇടപെട്ടിട്ടില്ലേ എന്ന് നമ്മളത് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന അമ്മയുടെ ആത്മീയത, യോസേപ്പിതാവിൻ്റെ ചൈതന്യം, വിശുദ്ധരുടെ ചൈതന്യം, സത്യമായ വചനം പ്രഘോഷിച്ച വിൻസെന്റ് ഫെർണയും സെന്റ് പാട്രിക്കിനെയും വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെയുമുള്ള അനേകം വിശുദ്ധരായ ശക്തരായ ദൈവമക്കളുടെ അധികാരത്തിൻ്റെ ശക്തിയുടെ സഭയുടെ കരുത്ത്, ഇത് സ്വന്തമാക്കി എടുക്കാനുള്ള വലിയ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് അച്ഛൻ പലവട്ടം പറയുന്ന കാര്യം തന്നെ വീണ്ടും പറയാണ്. അതിസ്വാഭാവികമായ കൃപകളാൽ നിറയപ്പെട്ട് സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കുരിശു മരണത്തിൻ്റെ അപരിമയമായ ശക്തിയും രക്ഷാകര ഫലങ്ങളും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അറിയുക. കത്തോലിക്ക തിരുസഭയ്ക്ക് കർത്താവിൻ്റെ കുരിശു മരണത്തിൻ്റെ രക്ഷാകര ഫലങ്ങളും ശക്തിയും യോഗ്യതകളും നിറച്ചു കൊടുത്ത് അത് ലോകം മുഴുവനും പ്രഘോഷിക്കാൻ കർത്താവ് ഭരമേൽപ്പിച്ചിട്ടുണ്ട്. സത്യം പറയട്ടെ, വേറെ ഒന്നുമല്ല സഭയെ ഈശോ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ സുവിശേഷം, ക്രൂശിതൻ്റെ സുവിശേഷം, ഈ മാനസാന്തരത്തിൻ്റെ സുവിശേഷം അധികാരത്തോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ പൂർത്തീകരിക്കുവാൻ ദൈവമായ കർത്താവ് സഭയെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തിരിച്ചറിവ്, സത്യമായ ഈ ഒരു ഉത്തരവാദിത്വം ഉപയോഗിക്കാൻ, അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് വേണ്ടി നമ്മൾ ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ലോകത്തോടുള്ള ബന്ധങ്ങൾ, ലോകാരിയുമായുള്ള ബന്ധങ്ങൾ, അത് മാറിയാൽ തന്നെ ഞാൻ പറയും ഇന്ന് ഒത്തിരിയേറെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളും അത്ഭുതങ്ങളും ഒത്തിരി മാനസാന്തരങ്ങളും സംഭവിക്കും. മാത്രമല്ല ഞാൻ പറയാണ്, പിശാച് ഇതുപോലെ ലോകത്തിൽ ആക്രമിച്ച് നശിപ്പിക്കുന്നില്ല. ഇന്ന് തിന്മകൾ ഏറി വരുന്നു. കൊലപാതകത്തിൻ്റെ, തീവ്രവാദത്തിൻ്റെ, ഒത്തിരി ജഡിക പാപത്തിൻ്റെ, പൈശാചിക ആരാധനകളുടെ, ഗർഭചിത്രം പോലെയുള്ള ക്രൂരമായ കൊലപാതകങ്ങളുടെ പൈശാചികതകൾ, അക്രമങ്ങൾ ഏറി വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭ തൻ്റെ അധികാരം അഭിഷേകത്തോടെ അതിശക്തമായിട്ട് ഉപയോഗിക്കണം. ഒരു അഭിഷേകത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വലിയ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടം നമുക്കറിയാലോ, നമ്മുടെയൊക്കെ മക്കൾ ഒത്തിരി ലഹരിയുടെ അടിമത്തം, ഒത്തിരിയേറെ പൈശാചികതകൾ, ഒത്തിരിയേറെ മ്ലേച്ഛതകൾ, ദൈവബന്ധമില്ലാത്ത അവസ്ഥയിൽ, ഒത്തിരി മക്കൾക്ക് കൂദാശ ജീവിതമില്ലാത്ത അവസ്ഥയിൽ, ഇതൊക്കെ സാധാരണ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഈ അധികാരം, അതാണ് നമ്മളിന്ന് പ്രത്യേകം ചിന്തിച്ച് പ്രാർത്ഥിക്കണം. ഈ അധികാരം, പിശാചികളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം, പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം, ഈ ഒരു അധികാരം അഭിഷേകത്തോടെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം സഭ ഏറ്റെടുത്ത് ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ജീവിതത്തെ, സഭ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്താൻ വേണ്ട വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഇത് പല സ്ഥലത്തും, ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലത്തും മാതാവ് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ തിരുക്കുമാരൻ്റെ ബലി, എൻ്റെ മകൻ്റെ ആഗ്രഹം, കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നിലവിളിച്ച് ദാഹിച്ച് ഒത്തിരിയേറെ കണ്ണീരോടെ ഈശോ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. ഈശോയുടെ ദാഹം ശമിപ്പിക്കാൻ സഭയ്ക്ക് സാധിക്കണം. എന്തിനാണ് ദാഹം? ആത്മാക്കളുടെ രക്ഷ, പാപങ്ങൾ ഏറ്റെടുത്ത് ലോകത്തെ രക്ഷിക്കാനുള്ള യേശുവിൻ്റെ ദാഹം, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിൻ്റെ വലിയ ആഗ്രഹം, അതെല്ലാം പ്രിയപ്പെട്ട മക്കളെ സഭയിൽ കർത്താവ് ഏൽപ്പിച്ചേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. സഭ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടുവോ, സഭ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടുവോ, സഭ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടുവോ, ആ വിളിയും ആ ദൗത്യവും ആ വേർപ്പെടുത്തലും അതിൻ്റെ ചൈതന്യത്തിൽ അഭിഷേകത്തോടും അധികാരത്തോടും കൂടി പൂർത്തിയാക്കാൻ വേണ്ട വലിയൊരു കൃപ സഭയിൽ നിറയപ്പെടാൻ വേണ്ടി ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, അമ്മയുടെ സാന്നിധ്യം ഇവിടെ നിറയുമ്പോൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ ദൈവിക ജ്ഞാനം കൊണ്ട് സഭയെ നിറയ്ക്കും, സഭാധികാരികൾ നിറയ്ക്കും. ആ ഒരു ജ്ഞാനം കിട്ടിയാൽ സത്യമായ പ്രബോധനത്തിൻ്റെ
അടിസ്ഥാനം ലഭിച്ചാൽ സഭയുടെ ദൗത്യം അധികാരത്തോടും അഭിഷേകത്തോടും കൂടി പൂർത്തിയാക്കിയാൽ ഞാൻ പറയും, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താന്, തിന്മയ്ക്ക് ഇന്ന് ലോകത്തെ ഇതുപോലെ കീഴടക്കാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ഓർക്കുക, ഇന്ന് ഒത്തിരിയേറെ ദേവാലയങ്ങൾ നമ്മളൊക്കെ പല സ്ഥലത്തും രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ വലിയ ദേവാലയങ്ങൾ അടയപ്പെട്ട് കിടക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂറോപ്പിലൂടെയൊക്കെ പല ധ്യാനങ്ങൾക്കൊക്കെ പോയപ്പോൾ ഒത്തിരി പള്ളികളിൽ പോകാനിടയായി. ബ്രഹ്മാണ്ഡമായ ദേവാലയങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദേവാലയങ്ങൾ ഇന്ന് മ്യൂസിയം പോലെ ആളുകൾ വന്ന് കണ്ട് കേട്ട് പോകുന്ന ഇടങ്ങളായി മാറിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ആളുകളില്ല, പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല, ആരാധനയ്ക്ക് താല്പര്യമില്ല. ഇന്ന് സഭയുടെ വലിയ ഉത്തരവാദിത്വമാണ് ഈ അഭിഷേകത്തിൻ്റെ ആത്മീയ ശുശ്രൂഷകൾ അതിശക്തമായിട്ട് അത് പൂർത്തീകരിക്കാനുള്ള വലിയ ദൗത്യം. ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒത്തിരി കാര്യങ്ങളും കാരണങ്ങളൊക്കെ സഭയിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തുമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടുത്തെ ഒരു വീട്ടുകാരായിട്ട് സംസാരിക്കാനിടയിൽ പറഞ്ഞ അവസാനം അവർ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ, ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധം, ആത്മീയത തിരികെ കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. കാരണം ഒരു കാലഘട്ടത്തിൽ ദൈവത്തിനും ദൈവാലയത്തിനും കൂദാശകൾക്കും പ്രാധാന്യം കൊടുത്ത ഒരു സഭ അവിടെ ഉണ്ടായിരുന്നു, ഒരു ജനമുണ്ടായിരുന്നു. ആ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ കരുത്തും സഭ അധികാരത്തോടെ അഭിഷേകത്തോടെ ജീവിച്ചതിൻ്റെ ബാക്കിയുമാണ് ഈ വലിയ ദേവാലയങ്ങൾ. എന്നാൽ ഇന്ന് എന്തുകൊണ്ടോ ആർക്ക തെറ്റുപറ്റിയെന്ന് അറിയില്ല അച്ഛാ. പക്ഷേ ഒരു കാര്യം അച്ഛൻ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം. മക്കളെ, നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധം, നഷ്ടപ്പെട്ടു പോയ ദേവാലയ ബന്ധം, നഷ്ടപ്പെട്ടു പോയ കൂദാശ ബന്ധം. ഇന്ന് കുമ്പസാരിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. വിശുദ്ധ കുർബാന ഒരു ചടങ്ങിന് വന്ന് പങ്കെടുക്കും. അതിൻ്റെ അധികാരം എന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, ഇതൊന്നും അറിയാത്ത ഒരു ജനമായിട്ട് അനേക മക്കൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സഭയുടെ വലിയ ഉത്തരവാദിത്വം, ഈ അധികാരം, ഈ ഒരു ശക്തി അഭിഷേകത്തോടു കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ലോകം മുഴുവനിലുമുള്ള കത്തോലിക്ക തിരുസഭയെ ഇന്ന് പ്രത്യേകമാ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവിനെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും എല്ലാ പുരോഹിതരെയും എല്ലാ ഇടവക ദേവാലയങ്ങളെയും എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് നൽകപ്പെട്ട അധികാരം അഭിഷേകത്തോടെ ഉപയോഗിക്കാൻ, പാപമോചന അധികാരം, പിശാചികളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം, കൂദാശകളിലൂടെ ജീവൻ നൽകി കൃപയിൽ ദൈവജനത്തെ ലോകത്തെ നിറച്ച് വളർത്താനുള്ള അധികാരം, അതിനുവേണ്ടി ഭരമേൽപ്പിക്കപ്പെട്ട കൂദാശകൾ, കർത്താവിൻ്റെ ബലി, മറ്റു കൂദാശകൾ, അതെല്ലാം അതിൻ്റെ ചൈതന്യത്തോടെ യോഗ്യതയോടെ പരിക്രമം ചെയ്ത് ഈശോ ആഗ്രഹിക്കുന്ന വലിയ പ്രവൃത്തികൾ, രക്ഷാകര പ്രവൃത്തികൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ലോകം മുഴുവനും സ്വന്തമാക്കി എടുക്കാനായിട്ട് കർത്താവിൻ്റെ വലിയ അഭിഷേകം സഭയിൽ നിറയപ്പെടാൻ വേണ്ടി അതിതീഷ്ണതയോടെ വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയും, ഈ ഒരു ദൗത്യം സഭ അതിൻ്റെ ചൈതന്യത്തോടെ പൂർത്തിയാക്കിയാൽ ഇന്ന് ലോകം മുഴുവനും ഈശോയുടെ വലിയ ആഗ്രഹമാണ് ഒരു ഇടയനും ആട്ടിൻ പറ്റവുമായിട്ട് സകലമാന മക്കളും മാറണം എന്നുള്ളത്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കർത്താവിൻ്റെ ആ വലിയ ദൗത്യം, അതിനുവേണ്ടി കർത്താവ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് സഭയെ, പ്രിയപ്പെട്ട മക്കളെ, സഭയെ ഭരമേൽപ്പിച്ചേക്കാണ്. സഭയ്ക്ക് ഈ ഉത്തരവാദിത്തം കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ചൈതന്യം വേറെ ഒന്നുമില്ല, വേറൊരു കാര്യങ്ങൾക്കല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെയോ ഈ ഒരു ഉത്തരവാദിത്വം പൂർത്തീകരിച്ചുകൊണ്ട് സഭ തൻ്റെ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ ഇടയാകണം. അപ്പം അതിനുവേണ്ടി നമുക്ക് നമ്മുടെ എല്ലാ അഭിഷിക്തരെയും എല്ലാ സന്യസ്തരെയും എല്ലാ ദേവാലയങ്ങളെയും കത്തോലിക്ക സഭയുടെ എല്ലാ അധികാര മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയോട് തന്നെ പ്രാർത്ഥിക്കാം. അമ്മയുടെ വലിയ ആഗ്രഹമാണത്. എല്ലാവരും ഈശോയുടെ ബലി അറിഞ്ഞ്, ഈശോയുടെ ആ സ്നേഹമറിഞ്ഞ്, ഈശോയുടെ നാമത്തിൽ കർത്താവിൻ്റെ അധികാരം ഉപയോഗിച്ച് ലോകം മുഴുവനും രക്ഷ പ്രാപിക്കണം എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ വലിയ ആഗ്രഹമാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ ശക്തമായിട്ട് ഇടപെടും. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കത്തോലിക്ക തിരുസഭയിലൂടെ അല്ലാതെ രക്ഷ ഇല്ല എന്നുള്ള സത്യം നമ്മൾ സത്യമായിട്ടും പ്രഘോഷിക്കണം. ഏകരക്ഷകനാകുന്ന യേശുവിനെ പ്രഘോഷിക്കണം. ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ള സത്യം നമ്മൾ പ്രഘോഷിക്കണം. അതിനൊറ്റ വഴിയുള്ളൂ, കത്തോലിക്ക തിരുസഭയിൽ പ്രഘോഷിക്കപ്പെടേണ്ട ഈ സത്യസുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും അത് സ്വീകരിക്കുവാൻ ഈ ലോകം മുഴുവനും ഇടയാവുകയും ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യകതയും ഒത്തിരി അനുഭവിച്ച് ആ ഒരു ദൈവബന്ധത്തിൽ നിന്ന് സഭ അത് പ്രഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ലോകം രക്ഷ പ്രാപിക്കും. ഏകരക്ഷകനും ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തികൾ അധികാരത്തോടും അഭിഷേകത്തോടും കൂടെ ഈ ലോകത്തിന് കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട സഭ അതിൻ്റെ പൂർണ്ണതയിൽ ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൗത്യം പൂർത്തീകരിക്കാൻ വലിയ അഭിഷേകം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രത്യേകമായിട്ട് സഭയെ സമർപ്പിക്കാം. കേരള സഭയെ, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എന്തുമാത്രം അഭിഷിക്തർ, എന്തുമാത്രം സന്യസ്തർ, ഈ ഒരു അടിസ്ഥാനമൊക്കെ അധികാരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. ആരാധനയിലേക്ക് നമ്മൾ ഇന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന അഭിഷേകത്തിൻ്റെ അധികാരത്തിലെ ശക്തി കൈവരിച്ചുകൊണ്ട് അധികാരത്തോടു കൂടി തന്നെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്ന സഭയുടെ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ കൂടെ വസിക്കുന്നതിൽ എപ്പോഴും ആനന്ദം കൊള്ളുന്ന, ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നൽകുന്ന ദിവ്യകാരുണ്യീശോയെ, ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നിറച്ചു വച്ചാണല്ലോ അങ്ങ് ദിവ്യകാരുണ്യത്തിൽ ദിവ്യസക്രാരിയിൽ ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളിയിരിക്കുന്നത്. ഈ സമയം ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതുവരെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ കൃപകളെയോർത്ത്, അങ്ങ് നൽകിയ ദാനങ്ങളെയോർത്ത്, അങ്ങ് നയിച്ച വഴികളെയോർത്ത്, അങ്ങ് സംരക്ഷിച്ച സംരക്ഷണത്തെയോർത്ത് ഈശോയെ
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ആരാധിച്ച് ഞങ്ങളെ തന്നെ നന്ദിയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകിച്ചും സഭയിൽ അംഗങ്ങളായി തീരുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കൃപയാണെന്ന് പറയാം കത്തോലിക്ക തിരുസഭയിൽ അംഗങ്ങളായി തീരുവാൻ നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യം. കർത്താവിനെ സ്വന്തമാക്കാൻ, കർത്താവിന് സ്വന്തമായ സഭയിലായിരിക്കാൻ, കർത്താവ് നൽകിയ ഒത്തിരി അധികാരങ്ങൾ സ്വീകരിക്കാൻ, അഭിഷേകത്തിന്റെ നിറവ് പ്രാപിക്കാൻ, കുദാശകളിലൂടെ കർത്താവിന്റെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ നിറച്ചെടുക്കാൻ, ജീവന്റെ സമൃദ്ധിയിൽ ശക്തരായി തീരാൻ കർത്താവ് നൽകിയ വലിയ ഭാഗ്യമാണ് മക്കളെ കത്തോലിക്ക തിരുസഭ. ഈ സഭയിൽ അംഗത്വം നമുക്കൊരു നിമിഷം വലിയ സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദിവ്യകാരുണ്യനാഥന തിരുസന്നിധിയിൽ കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, പ്രത്യേകിച്ചും കത്തോലിക്ക തിരുസഭയിൽ അംഗങ്ങളായി തീരുവാൻ കൃപ ലഭിച്ചതിനെ ഓർത്ത് അഭിമാനത്തോടെ, സന്തോഷത്തോടെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. അതോടൊപ്പം തന്നെ ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയൊരു മനസ്സാണ് എല്ലാവരും ഒരു ഇടയന്റെ കീഴിൽ ആയിത്തീരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് സഭയെ അവിടുന്ന് വിളിച്ചത്, ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ കൃപയോർത്ത് ഈ ഒരു വലിയ പ്രാർത്ഥനയോട് കൂടെ നമ്മയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി നമ്മുടെ ഈശോയെ ആരാധിച്ച് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. ജീവിതത്തെ ഓർത്ത്, സഭയിലുള്ള അംഗത്തെ ഓർത്ത്, സഭയിൽ അംഗങ്ങളായി തീരുവാൻ വിളിച്ചതിനെ ഓർത്ത്, ഒത്തിരി അഭിഷേകത്തില്, ശക്തിയില്, കൃപയില്, ഉദാസകളില് നിറച്ചതിനെ ഓർത്ത് നന്ദി, നന്ദി, ആരാധന, 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 ആരാധന. സ്വയം മഹത്വം കർത്താവേ, നന്ദി, നന്ദി, ആരാധന, ആരാധന. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എല്ലാ മക്കളും നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നല്ല ഈശോയെ, കത്തോലിക്ക തിരുസഭയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സഭയിൽ അംഗങ്ങളാകുവാൻ ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, സഭയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ സഭയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കും. സഭ അങ്ങയുടേതാണ്. അങ്ങ് സഭയിൽ നിറച്ചിരിക്കുന്ന അഭിഷേകവും കൃപയും അധികാരവും എത്രയോ വലുതാണെന്ന് ഞങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞു. കർത്താവേ, സഭയ്ക്ക് അങ്ങ് അധികാരം നൽകി, അഭിഷേകം നൽകി, പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരം. കർത്താവേ, എത്രയോ വലിയ ഭാഗ്യമാ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പാപമോചനം നേടാൻ, പാപത്തിന്റെ അനന്തര ഫലങ്ങൾ, ശാപങ്ങള്, മരണത്തിന്റെ ആധിപത്യം, അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങള്, തകർച്ചകള്, പ്രതികൂലങ്ങള്, തടസ്സങ്ങള് എല്ലാം എടുത്തു മാറ്റാനുള്ള അധികാരം നിറച്ചു നൽകി സഭയെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അഭിഷേകിച്ചു. ഈശോ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവേ, സഭയെ സ്നേഹിച്ച്, സഭയെ സ്വന്തമാക്കി, സഭയിൽ അങ്ങ് നൽകിയ അധികാരത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപയോർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പത്രോസ് ആകുന്ന പാറമേൽ അങ്ങയുടെ സഭ സ്ഥാപിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞില്ലേ, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. കർത്താവേ,
ഈ സഭയിൽ അംഗത്വം നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത വലിയ ശക്തിയുള്ള അധികാരമുള്ള സഭയിൽ അങ്ങ് ഞങ്ങളെ ഉറപ്പിച്ചു. അത് പോരാഞ്ഞിട്ട് സ്വർഗത്തിന്റെ താക്കോലുകൾ നൽകപ്പെട്ട സഭ. ഞങ്ങൾക്കൊന്നും നിർണയിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹമാണ് സഭയിൽ അങ്ങ് ഞങ്ങൾക്ക് നിറച്ചു നൽകിയിരിക്കുന്നത്, സഭയിൽ നിറച്ചു വച്ചിരിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി നന്ദി പറയാം മക്കളെ. അതോടൊപ്പം തന്നെ ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭ തൻ്റെ ദൗത്യം മനസ്സിലാക്കട്ടെ. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥയിൽ ലോകാരൂപിക്ക് അടിമപ്പെട്ട് സഭയിൽ കയറിക്കൂടിയിരിക്കുന്ന പൈശാചികതകൾ ഏറെയാണ്. സഭയുടെ ശക്തി നഷ്ടപ്പെട്ടോ എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ സംശയിക്കും. സഭയിലെ പല പല പ്രശ്നങ്ങൾ കാണുമ്പോൾ, പലതിനെ പേരിലുള്ള വഴക്കും ഒത്തിരിയേറെ മത്സരങ്ങളും ഒത്തിരിയേറെ ലോകാരൂപിയുടെ പ്രവൃത്തികളും കാണുമ്പോൾ സഭ ഈ ദൗത്യം പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും സംശയിച്ചിട്ടില്ല മക്കൾ. ആ സംശയങ്ങളും ആ വേദനകളും കർത്താവിന് മുമ്പിലല്ലാതെ ആരോടെ നമുക്ക് പറയാനുള്ള മക്കളെ? ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇതാണ് സഭ. എന്നാൽ ഇന്ന് ഈശോയെ ഒത്തിരി വേദനയുണ്ട്, ഒത്തിരി ആക്രമണങ്ങൾക്ക് സഭ വിധേയാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സഭയെ തകർക്കാൻ ഒരിക്കലും പുറമേ നിന്ന് ഒരു ശക്തിക്ക് സാധ്യമല്ലെന്ന് കാലഘട്ടം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ കഷ്ടമേന്ന് പറയട്ടെ മക്കളെ, സഭയെ നശിപ്പിക്കുന്നത് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ്. സഭയ്ക്കുള്ളിൽ നിന്നല്ലാതെ ഒരു ശത്രുവിനും, ഒരു പിശാചിനും, ഒരു നരകത്തിനും പുറമെ നിന്ന് ആക്രമിച്ച് സഭയെ കീഴടക്കാനാകില്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഭ എവിടെയൊക്കെ തോറ്റിട്ടുണ്ടോ അതെല്ലാം തന്നെ സഭയ്ക്കുള്ളിൽ നിന്നാണുള്ള സത്യം നമ്മൾ അറിയണം. ഈശോ ഒത്തിരിയേറെ മക്കളോട് പങ്കുവച്ചിട്ടുണ്ട്. വിശുദ്ധർക്ക്, പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ മക്കൾക്ക്, റോസാ മിസ്റ്റിക്ക മാതാവൊക്കെ ഒത്തിരിയേറെ വേദനയോട് പറഞ്ഞു, എൻ്റെ മകനെ ചതിക്കുന്ന, ഒറ്റിക്കൊടുക്കുന്ന പുരോഹിതര്. സഭയ്ക്കുള്ളിൽ നിന്ന് ഈശോയ്ക്കെതിരെ, സഭയ്ക്കെതിരെ പോരാടുന്ന അനേകം അവസ്ഥകൾ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് മുമ്പിൽ ഇത്രയും സ്നേഹത്തോടെ, ഇത്രയും അധികാരത്തോടെ, ഇത്രയും ശക്തിയോടെ, ഇത്രയും രക്ഷയുടെ നിറവ് നൽകി സഭയെ സ്ഥാപിച്ചിട്ട് ആ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ സഭയ്ക്കെതിരെയുള്ള ഒത്തിരിയേറെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ഇന്നേറെയുണ്ട്. നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഈശോയെ, അതെല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സഭാഗാത്രമായ അങ്ങേക്കെതിരെ, അങ്ങയുടെ തിരുശരീരത്തിനെതിരെ യേശുവേ, ഇന്ന് ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകൾക്കും, എല്ലാ മ്ലേച്ഛതകൾക്കും, എല്ലാ ആക്രമണങ്ങൾക്കും, എല്ലാ പൈശാചിക പ്രവൃത്തികൾക്കും അതിന് കാരണമായ എല്ലാ സംഭവങ്ങളെ ഓർത്ത്, എല്ലാ വ്യക്തികളെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. സഭയുടെ പരിശുദ്ധി, ആ പരിശുദ്ധിക്ക് കളങ്കം വരുത്തിയവർ, സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഭയുടെ നാശത്തിനു വേണ്ടി കർത്താവെ പ്രവർത്തിച്ചവർ എല്ലാം ഓർത്ത് നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, കരുണാമയനായ കർത്താവെ, സഭയെ അങ്ങ് സ്ഥാപിച്ചു, സഭയ്ക്ക് എല്ലാം അധികാരവും അങ്ങ് നൽകി. സഭയിലൂടെ ഒത്തിരിയേറെ ശക്തി അനേകരിലേക്ക് എത്തിക്കുവാൻ അങ്ങ് തിരുമനസ്സായി. എന്നാൽ പിശാച് സഭയിലുള്ള പലരിലും കയറി സഭയ്ക്കെതിരെ, അഭിഷേകത്തിനെതിരെ, ഈ ശക്തിക്കെതിരെ, ഈ അധികാരത്തെ നശിപ്പിക്കുന്ന വിധം പലതും ഇതിനോടകം ചെയ്തു വച്ചിട്ടുണ്ട്. കർത്താവേ, ഈ മേഖലകളിൽ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കരുണ തോന്നണം. മാത്രമല്ല, ഇങ്ങനെ ആയിരിക്കുന്ന ഏതെങ്കിലും മക്കൾ ഇപ്പോൾ സഭയ്ക്കുള്ളിൽ നിന്ന് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് യഥാർത്ഥമായ പ്രകാശവും സത്യമായ തിരിച്ചറിവ് നൽകി മാനസാന്തരത്തിന്റെ വലിയ അഭിഷേകത്തിൽ എളിമപ്പെട്ട് അങ്ങേലേക്ക് തിരിച്ചു വന്ന് സഭയുടെ അധികാരം ഉപയോഗിച്ച് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, സഭയെ സ്നേഹിക്കാൻ, സഭയിലൂടെ അങ്ങ് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ ഇടയാക്കണമേ. അതിനുവേണ്ടി കർത്താവേ, ഈ മേഖലകൾക്ക് വേണ്ടി,
ഞങ്ങൾ അങ്ങയോട് കരുണയാചിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം മക്കളെ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ, കരുണയായിരിക്കേണമേ, ദാസരിൽ കരുണയായിരിക്കേണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് പാടിയ മക്കളെ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ, കരുണയായിരിക്കേണമേ, ദാസരിൽ കരുണയായിരിക്കേണമേ. സഭയെ മുഴുവനായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പൂർവികരായ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വന്നുപോയ വീഴ്ചകൾ, സഭയുടെ ശക്തി നശിപ്പിച്ചു കളയത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികൾ, കർത്താവെ എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കും. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് അങ്ങ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ലോകത്തിന്റെ പ്രകാശമായിട്ട് പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട ഗോപുരം പോലെ സഭ അങ്ങ് സ്ഥാപിച്ചു. മലമേൽ ഉയർത്തപ്പെട്ട ഗോപുരം പോലെ സഭ അങ്ങ് പണിതുയർത്തി. ലോകത്തിന്റെ രക്ഷയുടെ കാരണമായിട്ട് സഭയെ അവിടുന്ന് അഭിഷേകം ചെയ്തു. ഈശോയെ, ഞങ്ങൾ ഒരിക്കൽ കൂടി ഏറ്റുപറയുകയാണ്. ഇന്ന് ലോകത്തില് തിന്മയേറിയിട്ടുണ്ടെങ്കിൽ, ലോകത്തില് സാത്താന്റെ ശക്തി അതിപ്രസരിക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരിയേറെ അകൃത്യങ്ങള്, തിന്മകള്, മ്ലേച്ഛതകള്, പൈശാചിക ആരാധനകള്, ജഡികമായ പ്രവൃത്തികള്, തീവ്രവാദം, കൊലപാതകം, ഗർഭചിത്രം, പൈശാചിക ആരാധനകളൊക്കെ ഏറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ എന്ന് ഞങ്ങൾ പറയുകയാണ്. കർത്താവേ, കർത്താവേ, പ്രകാശം നിറയ്ക്കേണ്ട സഭ പ്രകാശം നിറച്ചിരുന്നെങ്കിൽ അന്ധകാരം ലോകത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങ് അതെല്ലാം സഭയെ പരമേൽപ്പിച്ചു. അതിനോട് ഞങ്ങൾ നന്ദി പറയണം. കൂദാശകൾ അങ്ങ് സഭയെ പരമേൽപ്പിച്ചു. ജീവന്റെ സമൃദ്ധി അങ്ങ് സഭയെ പരമേൽപ്പിച്ചു. വിശുദ്ധ കുർബാന, കുരിശിലെ ബലി, അതിന് അനന്ത യോഗ്യതകൾ, അതിന് രക്ഷാകര ഫലങ്ങൾ സഭയ്ക്കങ്ങ് നൽകി. സഭയിലൂടെ അത് ലോകം മുഴുവനും വ്യാപിക്കണം എന്ന് അങ്ങ് തിരുമനസ്സായി. എന്നാൽ കർത്താവെ, ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞിട്ട് കർത്താവെ, ഒന്നുപോയ വീഴ്ചകളേറെയാണ്, ഒന്നുപോയ പോരായ്മകളേറെയാണ്. ഇത് ലോകത്തില് ഇതുപോലെ അകൃത്യങ്ങളും തിന്മകളും ഉണ്ടെങ്കിൽ കർത്താവെ, അത് ഞങ്ങളുടെയൊക്കെ വലിയ തെറ്റാണ്. ക്രൂശിതനെ പ്രഘോഷിക്കാതെ, ദിവ്യകാരുണ്യത്തെ പ്രഘോഷിക്കാതെ അങ്ങയുടെ മക്കൾ പോലും ഇന്ന് ഈശോയെ ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദേവാലയങ്ങൾ ആളുകളില്ല. ലോകത്തെ നാനാഭാഗത്ത് പണ്ട് നാളുകളിൽ അങ്ങേക്ക് പ്രാധാന്യം കൊടുത്ത് അങ്ങയെ ആരാധിച്ച മക്കള് ഇന്ന് കർത്താവെ ദേവാലയങ്ങൾ ശൂന്യമായി. പല ദേവാലയങ്ങളും വിറ്റഴിക്കപ്പെടുന്നു. ഈ മേഖലകളൊക്കെ ദിവ്യകാരുണ്യനാഥ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കണം. ആരുടെ കുഴപ്പമാണെന്നോ എന്ത് പ്രശ്നമാണെന്നോ ഞങ്ങൾക്ക് അറിയില്ല. കർത്താവ്, കത്തോലിക്ക തിരുസഭയെ നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവെ, ലോകത്തെ രക്ഷിക്കാൻ കത്തോലിക്ക തിരുസഭയിലൂടെ അല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. ഏകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവെ, അങ്ങയിലൂടെ അല്ലാതെ ലോകത്തിന് രക്ഷയില്ല. അങ്ങ് രക്ഷാകര പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞു. സഭയെ അങ്ങ് പരമേൽപ്പിക്കുകയും ചെയ്തു. കർത്താവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ പ്രകാശത്തിന്റെ നിറവ്, ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം ഈശോയെ സഭയ്ക്ക് അങ്ങ് നൽകണം. കർത്താവേ, ലോകം മുഴുവനിലും രക്ഷയായി മാറേണ്ട സഭ ആ ദൗത്യം പൂർത്തിയാക്കാൻ അപ്പസ്തോല പ്രവർത്തനത്തില് പരിശുദ്ധാത്മ ശക്തിയാല് ആദിമ സഭയെ നിറച്ച പോലെ തന്നെ ഈശോയെ ഈ കാലഘട്ടത്തില് ആഗോള സഭയെ അങ്ങ് ഉന്നതമായ അഭിഷേകത്തില് നിറയ്ക്കണമേ എന്ന് വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകം ഇന്ന് നിറയണം മക്കളെ. സഭയെ നമുക്ക് അതിനുവേണ്ടി സമർപ്പിക്കാം. ദിവ്യകാന സന്നദ്ധിയില് പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണത്തില്, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോ ഈ ഒരു അഭിഷേകം നമ്മിൽ നിറയപ്പെടാൻ വേണ്ടി
സഭയിൽ നിറയപ്പെടാൻ വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകത്താൽ ഈ ദൗത്യ നിർവഹണത്തിന് സഭ അഭിഷേകം പ്രാപിക്കാൻ വലിയ ദാഹത്തോടെ പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിന്റെ തീ അഭിഷേകത്തിന്റെ ആളിക്കത്തൽ സഭയിൽ പുതിയ ബന്ധക്കുസ്തിയായിട്ട് നിറയപ്പെടാൻ വേണ്ടി വലിയ ദാഹത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിച്ച മക്കൾ, പുതിയൊരു ശക്തിയിൽ ഉണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും സഭ മുഴുവനിലും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. വിളിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, തിരുസഭയിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, തിരുസഭയിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, തിരുസഭയിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈശോയെ, വലിയൊരു അഭിഷേകം സഭയിൽ നിറയട്ടെ കർത്താവേ. അങ്ങയുടെ കൂദാശകൾ, ജീവദായകമായ കൂദാശകൾ പരിക്രമം ചെയ്യുവാൻ അങ്ങ് വേർതിരിച്ചു വിളിച്ച അഭിവന്യ പിതാക്കന്മാരെ, പുരോഹിതരെ, സമർപ്പിതരെ പ്രത്യേകമാവിധം ഞങ്ങൾ വലിയ സ്നേഹത്തോടും നന്ദിയോടും കൂടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെല്ലാവരും പാവപ്പെട്ട മക്കളാണ്, വെറും മനുഷ്യരാണ്. കർത്താവേ, ഉന്നതമായ അഭിഷേകത്താല് അവരങ്ങ് നിറയ്ക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ പിതാവിനെയും എല്ലാ കർദ്ദിനാൾമാരെയും എല്ലാ മെത്രാന്മാരെയും എല്ലാ പുരോഹിതരെയും സമർപ്പണ ജീവിതത്തിലായിരിക്കുന്ന മക്കളെയും ദൈവവേലയിലായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രത്യേകമാം വിധത്തിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഉന്നതമായ അഭിഷേകത്താല് എല്ലാ മക്കളെയും അവിടുന്ന് നിറയ്ക്കണമേ. അങ്ങയുടെ സഭയുടെ ദൗത്യം പൂർത്തിയാക്കാൻ അങ്ങ് വിളിച്ചവരിലേക്ക് ഉന്നതമായ അഭിഷേകം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപ്പെട്ട മക്കളെ, അനേക മക്കള് സഭയ്ക്കെതിരെ നിൽക്കുന്നുണ്ട്. സഭയിൽ നിന്നുകൊണ്ട് തന്നെ വൈദികർക്കെതിരെ, വൈദികർ തമ്മിലും അഭിവന്യ പിതാക്കന്മാരോടും മറ്റും അധികാരികളോടൊക്കെ വലിയ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്ന മേഖലകളുണ്ട്. അതിനൊക്കെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. പരിശുദ്ധാത്മാവിനാലും നയിക്കപ്പെടുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഒരൊറ്റ ആത്മാവേ നമുക്കുള്ളൂ. അത് ഭിന്നതയുടെ ആത്മാവല്ല മക്കളെ, വെറുപ്പിന്റെ ആത്മാവല്ല മക്കളെ, സ്നേഹത്തിന്റെ ആത്മാവാണ്, ധൈര്യത്തിന്റെ ആത്മാവാണ്, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. ഒരഭിഷേകത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച മക്കളെ, ഒത്തിരിയേറെ അസ്വസ്ഥതകൾ സഭയിലുടനീളം പിശാച് കയറി പല മേഖലകൾ തകർത്തിട്ടിരിക്കുന്നത് നമുക്കറിയാം. സ്വയ ഞങ്ങളുടെ അഭിഷേകത്തിന് ഓർത്ത് നന്ദി പറ മക്കളെ. ഒരു വൈദികനെയും ഒരു സമർപ്പിതനെയും നമ്മൾ വെറുക്കരുത്. അവർ മനുഷ്യരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, കൃപയിൽ നമ്മെ വളർത്താൻ വേണ്ടി, പാപങ്ങൾ മോചിക്കാൻ വേണ്ടി, പിശാചുകളെ ബഹിഷ്കരിക്കാൻ വേണ്ടി, കൂദാശകൾ പരിക്രമം ചെയ്ത് ജീവന്റെ കൂദാശകളിലൂടെ അനേക മക്കൾക്ക് ദൈവിക ജീവന്റെ സമൃദ്ധിയിൽ രക്ഷ പകർന്നു കൊടുക്കാൻ വേണ്ടി ദൈവം വിളിച്ച് നിയോഗിച്ച് ദാനമായി തന്ന അനുഗ്രഹങ്ങളാണ് മക്കളെ പുരോഹിതരും സമർപ്പിതരും അഭിവന്യ പിതാക്കന്മാരും നേതൃത്വത്തിലുള്ള സകലരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, ചിലപ്പോൾ സഹിച്ചും പ്രാർത്ഥിക്കേണ്ടി വരുന്നു. അവരെ ഉണർന്നു നിൽക്കണം, അഭിഷേകത്തിൽ കത്തി നിൽക്കണം. അവർ വീണാൽ, ഒരധികാരി വീണാൽ അത് സഭയെ മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ അതുപോലെ സ്നേഹിച്ച് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തി നിർത്തണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ആരാധനയിൽ പ്രത്യേകമാവിധം സഭയെ ഈശോ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കാൻ കർത്താവ് വിളിച്ച എല്ലാ അഭിഷിക്തരെയും, എല്ലാ അഭിവന്യ പിതാക്കന്മാരെയും, എല്ലാ സന്യാസ
സന്യാസിനിമാരെയും കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അവരുടെ കുറവുകൾ, അവരുടെ പോരായ്മകൾ, മനുഷ്യ പ്രകൃതി, അവിടേറ്റ മുറിവുകൾ, അവർക്കുണ്ടായ തിരസ്കരണങ്ങൾ, അവർ വീണുപോയ പാപത്തിൻ്റെ മേഖല, ചിലപ്പോഴെങ്കിലും ലോകാരൂപിക്ക് അടിമപ്പെട്ട് പ്രസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയ അനേകം മക്കൾ, കർത്താവേ, പാപത്തിൽ വീണുപോയ മക്കൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ കൃപയും ചൈതന്യവും ഈശോയെ അവർക്കെല്ലാം അങ്ങ് നിറച്ചു കൊടുക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ. നമ്മളല്ലാതെ ആരാ പ്രാർത്ഥിക്കാനുള്ള? അവർ വീണാൽ സഭ നശിക്കും. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തരെ, അങ്ങ് വിളിച്ച അങ്ങയുടെ സമർപ്പിതരെ അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കണമേ. വീണുപോയ വീഴ്ചകളിൽ നിന്ന്, ലോകാരൂപിയിൽ നിന്ന് അവരെ അങ്ങ് വേർതിരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ കൃപകളും മാനസാന്തരവും തിരിച്ചറിവും ദൈവിക പ്രകാശവും നിറച്ചു നൽകി അങ്ങയുടെ ദൗത്യം, അങ്ങേൽപ്പിച്ച ദൗത്യം, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, പാപങ്ങൾ മോചിക്കാൻ, ഉദാശയിലൂടെ കുരിശുമരണത്തിന്റെ ശക്തി പ്രഘോഷിക്കാൻ, അതെല്ലാം ഏറെ ക്രൂശിതനായ അങ്ങയെ ഏകരക്ഷകനെന്ന് പ്രഘോഷിക്കാൻ സഭയ്ക്ക് ഇടയാകട്ടെ. ആ വലിയ അഭിഷേകത്തിന് വേണ്ടി എല്ലാ അഭിഷിക്തരെയും എല്ലാ നേതൃത്വം വഹിക്കുന്നവരെയും കർത്താവ് അതിനു വേണ്ടി വിളിച്ചവരെയും എല്ലാ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, മാമോദീസായിലൂടെ ഈ ഒരു ഉത്തരവാദിത്വമേറ്റവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കുമുണ്ട് ദൗത്യം, എല്ലാവർക്കുമുണ്ട് ദൗത്യം. അതിനെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകം, ഈ ഒരു കൃപയുടെ നിറവ് സഭയിലുടനീളം നിറയപ്പെടാൻ, വന്നുപോയ പോരായ്മകൾ അതിൻ്റെ മേഖലകളിൽ കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടാൻ, പുതിയ അഭിഷേകത്തോടെ, പുതിയ ശക്തിയോടെ, പുതിയ ചൈതന്യത്തോടെ, ദൈവിക സംരക്ഷണത്തിൽ കർത്താവിൻ്റെ മക്കൾ അധികാരത്തോടും അഭിഷേകത്തോടും കൂടെ ഈ ലോകത്ത് ശക്തമായ ശുശ്രൂഷകൾ ചെയ്യാൻ, അങ്ങനെ ദൈവരാജ്യം സംസ്ഥാപിതമാക്കാൻ സഭയെ അനുഗ്രഹിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയെ, തിരുസഭയെ, ഉണരുക നീ വേഗം. തിരുസഭയെ, തിരുസഭയെ, ഉണരുക നീ വേഗം. യേശു വരുവാൻ കാലമാ, അവൻ വരുവാൻ നേരമാ. യേശു വരുവാൻ കാലമാ, അവൻ വരുവാൻ നേരമാ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായി, രക്ഷയുടെ അടയാളമായി കത്തോലിക്ക സഭയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് ഉണർത്തണമേ. സഭയിൽ അംഗങ്ങളായി ഞങ്ങളെല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, അങ്ങയുടെ മഹത്വമായി തീരുവാൻ, സാത്താനെതിരെ പോരാടുവാൻ, പാപത്തിനെതിരെ പോരാടുവാൻ, പിശാചിനെ ചേർത്ത് നിൽക്കുവാൻ, അങ്ങയുടെ മഹത്വമായി തീരുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായി ഈശോയെ അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ. കുരിശിനാൽ മുദ്രവെച്ച് അങ്ങേ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ വലിയ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ.
സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.